നമസ്കാരം. ഫ്രൂട്ട് റൂട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഏത്തക്കായ, പച്ചക്കായ കൊണ്ടുള്ള ഒരു സദ്യയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏത്തക്കായ പുഴുങ്ങി, ഒരു 2 ഏത്തക്കായ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഏത്തക്കായുടെ പകുതി പുഴുങ്ങി പച്ചടിക്കും പായസത്തിനും എടുത്തു. പച്ചക്കായ പുഴുങ്ങിയിട്ട് അത് അട പോലെ കട്ട് ചെയ്ത് പാലൊഴിച്ചുള്ള പായസം വയ്ക്കാനാണ്. പിന്നെ കുറച്ച് ഭാഗം അവിയലിൻ്റെ കുറച്ച് അരിഞ്ഞു വെച്ചു, കുറച്ച് പച്ചടിക്ക് വെച്ചു, കുറച്ച് സാമ്പാർ, കുറച്ച് പുളിശ്ശേരി, കുറച്ച് മെഴുക്കുവരട്ടി. പിന്നെ ഞാൻ അതിൻ്റെ ഒരു പെരളം പോലെ ഒരു കൂട്ടുകറി പോലെയുള്ള ഒരു പിന്നെ ചെറിയ ഉള്ളിയും വാഴയ്ക്കായും കൂടിയിട്ടുള്ളൊരു കറി വയ്ക്കുന്നുണ്ട്. പിന്നെ വാഴയ്ക്ക തോടാണ് തോരൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു സദ്യ തയ്യാറാക്കാം. നമ്മുടെ ഏത്തക്കായ സദ്യയിലേക്ക്, പച്ചയേത്തക്കായ സദ്യ, അപ്പോൾ അതിലേക്ക് നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് പച്ച ഏത്തക്കയാണ്. പച്ച ഏത്തക്ക വേവിച്ച് ചെറിയ അടയുടെ രൂപത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നെയ്യിൽ വഴറ്റാം. പുഴുങ്ങിയെടുത്തതാണ്, പച്ച ഏത്തക്കയാണ് അത് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. പച്ചക്കായ വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൗവരി വേവിച്ചത് ഒഴിക്കാം. നമ്മുടെ പച്ച ഏത്തക്കായ വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി പാല് ചേർക്കാം. 1/2 ലിറ്റർ പാല് ചേർത്ത് ഞാൻ കുറുകി വരുന്നത് വരെ നമ്മുടെ പായസത്തിന് കുറച്ച് മധുരം കൂടി വേണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ഇടാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സമയം ബോളിലേക്ക് മാറ്റാം. നമ്മുടെ പച്ച ഏത്തക്കായ പായസം റെഡി ആയിട്ടുണ്ട്. പാൽപ്പായസത്തിൻ്റെ പാൽപ്പായസം പോലെ വെച്ചിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തോളൂ. പച്ച ഏത്തക്കായ പുഴുങ്ങിയിട്ട് അട പോലെ കട്ട് ചെയ്ത് പാലൊഴിച്ച്, വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ, ഞാൻ ഒഴിച്ചിട്ടില്ല. പാല് കുറുക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പച്ച ഏത്തക്കായ സദ്യ റെഡി ആയിട്ടുണ്ട്. 2 ഏത്തക്കായ കൊണ്ടുണ്ടാക്കിയ കറികളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ പക്ഷേ കൊണ്ടാട്ടം ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ജൈവ ഏത്തക്കായുടെ തൊലി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഏത്തക്കായ തൊലിയുടെ അച്ചാറും ഉണ്ട്. അപ്പോൾ അതാണ് ഏത്തക്കായ തൊലിയുടെ അച്ചാർ. ഇത് നമ്മളുണ്ടാക്കിയ വാഴക്കൂമ്പ് അച്ചാറ്, പച്ച ഏത്തക്ക പച്ചടി, അവിയൽ, ഏത്തക്കായ അവിയലാണ്, തോരൻ. അത് വാഴയ്ക്കായുടെ തൊലിയാണ് തോരൻ വെച്ചിരിക്കുന്നത്. മെഴുക്ക് പുരട്ടി, ഇതാണ് വാഴയ്ക്കാത്തൊലിയുടെ കൊണ്ടാട്ടം വറുത്തത്. ഇനി നമ്മുടെ ഏത്തക്കായ മസാല കൂട്ടിട്ട് വെച്ചത്, ചെറിയ ഉള്ളി മസാല കൂട്ടിട്ട് വെച്ചത്. മസാല പെരളനായിട്ട് വെച്ചിരിക്കുന്ന ഏത്തക്കായ, പിന്നെ ഏത്തക്കായുടെ തൊലി കൊണ്ടാട്ടം. പിന്നെ പച്ച ഏത്തക്ക പാലട പോലെ വെച്ച പായസം, ഏത്തക്ക പുളിശ്ശേരി, പച്ച ഏത്തക്കയുടെ സാമ്പാർ. ഇത്രയും ഐറ്റംസാണ് നമ്മൾ 2 ഏത്തക്കായ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് 2 പച്ച ഏത്തക്കായും കൊണ്ട് നല്ല വിഭവസമൃദ്ധമായിട്ടൊരു സദ്യ തന്നെ ചെയ്യാം. നമുക്ക് മറ്റ് പച്ചക്കറികൾ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പൈസയൊക്കെ കുറവാണെങ്കിലോ ഒക്കെ നല്ല കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ്.